പറയുന്നു, വമൻ യുഅള്ളിമു ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, അള്ളാഹുവിൻ്റെ അന്ത്യദിനത്തിലും കുത്തുബുകളിലും അള്ളാഹുവിൻ്റെ മലക്കുകളിലും ഖദർ ഖളായിലും വിശ്വാസമുണ്ടോ, റസൂലുകളിലും വിശ്വാസമുള്ള മുഅ്മിനായ മനുഷ്യനാണോ, ഈമാനുള്ള മനുഷ്യനാണോ, എന്നാൽ അവൻ്റെ ഈമാനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്, അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ്, അല്ലാഹ് നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തലുമാണ്. അല്ലാഹ് ബഹുമാനിച്ച സർവ്വതും ബഹുമാനിക്കുക എന്നത് ഓരോ വിശ്വാസിയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വിശ്വാസിക്കും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാൽ എല്ലാ വിശ്വാസിയും ചെയ്യേണ്ട ഒരു കാര്യം ഒന്നുണ്ട്. അതെന്താണെന്നറിയുമോ? അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത് വലിയ സംഭവമാണ്. എന്തേ നമ്മളൊരു അമല് ചെയ്തില്ലെങ്കിലും അള്ളാഹു ബഹുമാനിച്ചതാണ്, അള്ളാഹു സ്നേഹിച്ചതാണ് എന്ന അർത്ഥത്തിൽ ചെയ്യുമ്പോൾ അതിനൊരു മഹത്വം കൂടുതലാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? അവിടുത്തെ സുന്നത്തുകൾ എടുത്തുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ മുഹബ്ബീങ്ങളിൽ പെട്ട ഒരാളാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടാകാൻ കാരണം എന്താണ്? അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിയത് കൊണ്ട് എല്ലാ കാര്യവും നമുക്ക് സ്നേഹമുള്ളതാകുന്നു, ബഹുമാനമുള്ളതാകുന്നു. അല്ലാഹു തആല സ്നേഹിച്ചതിൽ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ കാര്യമാണ്. ഇതില്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒന്നും ലഭിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലാഹ് ബഹുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നു. എങ്ങനെ ബഹുമാനിക്കുന്നു? ഈ മുഹറം മാസത്തിൽ മറ്റ് മാസങ്ങളെക്കാൾ പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമലുകൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, മുഹറം മാസത്തിലെ ചില പ്രധാന കർമ്മങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരുപാട് കർമ്മങ്ങൾ മുഹറം മാസത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ മാത്രം പറയാം. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ലോകത്ത് മുഴുവൻ രോഗികളെയും സന്ദർശിക്കുക എന്നുള്ളത്. ഉണ്ടാകും ഇല്ലേ? ഉണ്ടാകും. തീർച്ചയായും എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട് ലോകത്തെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായും എല്ലാ വിശ്വാസികൾക്കും സ്വതക്ക ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. എങ്ങനെയാണ് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം നൽകുക? എങ്ങനെയാണ് എല്ലാ ആളുകളെയും സന്ദർശിക്കുക? എങ്ങനെയാണ് എല്ലാവർക്കും സ്വതക്ക ചെയ്യുക? അതൊന്നും കഴിയുന്ന കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. പക്ഷേ അങ്ങനെ ചെയ്തതിൻ്റെ കൂലി ലഭിക്കുന്ന കർമ്മങ്ങളുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതിൻ്റെ പുണ്യം ലഭിക്കുന്ന കർമ്മമുണ്ട്. എന്താണെന്നറിയുമോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും ആശുറാഇന്റെ ദിവസം മുഹറം 10ന്റെ ദിവസം ഒരാൾക്ക് ഭക്ഷണം നൽകിയാൽ ലോകത്തിലുള്ള സർവ്വജനങ്ങൾക്കും ഭക്ഷണം നൽകിയതിന് തുല്യമാണ്. എന്ത്? ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാകട്ടെ, എന്തോ ഒരു ഭക്ഷണം, ഒരു നല്ല ഭക്ഷണം ഒരാൾക്ക് നൽകിയാൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും എല്ലാ ഭാഗത്തുള്ള ജനങ്ങൾക്കും ഭക്ഷിപ്പിച്ചതുപോലെ പ്രതിഫലം ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലോകത്തെ സർവ്വജനങ്ങളെയും സർവ്വരോഗികളെയും സന്ദർശിച്ചതിന്റെ പ്രതിഫലം ലഭിക്കാൻ മുത്തുനബി പറയുന്നുണ്ട്. എന്താണത്? എന്താ അറിയുന്നത്? ആശുറാഇന്റെ അന്ന് രോഗിയെ സന്ദർശിക്കുക. ആശുറാഇന്റെ അന്ന് രോഗിയെ സന്ദർശിച്ചാൽ ലോകത്തിലെ എല്ലാ രോഗികളെയും സന്ദർശിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആശുറാഇന്റെ അന്ന് രോഗികളെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ
നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികളെ രോഗം കണ്ട് അവരെ സന്ദർശിച്ച് അവർക്ക് റാഹത്തുണ്ടാകുമെങ്കിൽ നമ്മൾ സന്ദർശിക്കാം, പ്രയാസം ഉണ്ടാകുമെങ്കിൽ സന്ദർശിക്കാൻ പാടില്ല. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ വൈറസ് പിടിപെട്ടപ്പോൾ, കൊറോണ പോലത്തെ വൈറസ് പിടിപെട്ടപ്പോൾ നമ്മളൊന്നും രോഗികളെ സന്ദർശിക്കാൻ പോയില്ല. എന്തേ കാരണം? ആ രോഗം ജനങ്ങളിലേക്ക് പടർന്നു പിടിക്കും എന്ന ഭയം കൊണ്ട്, നമുക്കും പടരും എന്ന ഭയം കൊണ്ട് പരക്കുന്ന രോഗങ്ങൾ സന്ദർശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആളുകൾക്ക് നിഫ്രത്തുണ്ടാകും, വെറുപ്പുണ്ടാകുമെങ്കിൽ ആ രോഗത്തിനെ സന്ദർശിക്കാൻ പാടില്ല. നമ്മൾ പോയാൽ ഒരു സന്തോഷം ഉണ്ടാകും, ഒരു ഈനാസ് ഉണ്ടാകും, അവർക്ക് ആവേശം ഉണ്ടാകും. അവരുടെ മാനസികമായി തളർച്ചയാണ് രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ശാരീരികമായി തളർച്ചയുണ്ടെങ്കിൽ അതോടൊപ്പം മാനസികമായ ഒരു മനുഷ്യൻ തളർന്നാൽ പെട്ടെന്ന് തന്നെ ശിഫാവുകയില്ല, കുറച്ച് പ്രയാസപ്പെടും. അതുകൊണ്ടാണ് കൈ മുറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് നമ്മൾ അയാളടുത്ത് പോയിട്ട് പറഞ്ഞ് എൻ്റെ കൈ മുറിഞ്ഞില്ലേ, വലിയ പ്രയാസമാണ്, അങ്ങനെയാണ് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് വിഷമാണ്. നേരെ മറിച്ച് കൈ മുറിഞ്ഞ ആളെടുത്ത് പോയി നമ്മൾ പോയി കൈ മുറിഞ്ഞിട്ടല്ലേ, അള്ളാഹു തആല കൈ മുറിഞ്ഞതിന് വലിയ പ്രതിഫലം നൽകും, അള്ളാഹു മാറ്റിത്തരട്ടെ എന്നുള്ളൊരു സന്തോഷകരമായ വിവരം നൽകിയാൽ അവർക്ക് ആശ്വാസമാണ്. അങ്ങനെ ആശ്വാസമാകുന്നതുമുണ്ട്, പ്രയാസമാകുന്നതുമുണ്ട്. പ്രയാസമാകുന്ന രോഗിയെ സന്ദർശിക്കാൻ പറ്റൂല. ചില ആളുകളുടെ രോഗം ചിലപ്പോൾ മറ്റുള്ളവർ കാണുന്നത് അവർക്ക് വെറുപ്പായിരിക്കും. ആ രോഗിയെയും സന്ദർശിക്കാൻ പാടില്ല. മറ്റു രോഗികളെ സന്ദർശിക്കുക. ആരെയാണ് സന്ദർശിക്കേണ്ടത്? കാണാനും തൊടാനും പറ്റിയ ആളുകളുടെ രോഗസന്ദർശനമാണ് നടത്തേണ്ടത്. പുരുഷന്മാർ രോഗിയായാൽ പുരുഷന്മാർ സന്ദർശിക്കണം, സ്ത്രീകൾ രോഗിയായാൽ സ്ത്രീകൾ സന്ദർശിക്കണം. ഇനി സ്ത്രീകളെ പുരുഷന്മാർ സന്ദർശിക്കേണ്ടി വരുന്നത് കാണാനും തൊടാനും പറ്റിയ ആളുകളുടെ രോഗമാണ്. പുരുഷന്മാരെ സ്ത്രീകൾ രോഗസന്ദർശനം നടത്തേണ്ടത് കാണാനും തൊടാനും പറ്റിയ ആളുടെ രോഗമാണ്. അല്ലെങ്കിൽ അവരെ സന്ദർശിക്കാതെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വിരോധമില്ല. രോഗസന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു അമലായി ഇസ്ലാം പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 10 ദിവസം രോഗസന്ദർശനം നടത്തുക എന്നുള്ളത്. ഇനി ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മം പറയട്ടെ. എന്താണത്? അത്തവസ്യഅതു അലൽ അയാൽ, കുടുംബത്തിന് വിശാലത നൽകുക എന്നത് മുഹറം 10 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. കുടുംബത്തിന് വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? കുടുംബത്തിന് പിടിച്ചു വെക്കാതെ, പിശുക്ക് കാണിക്കാതെ അത്യാവശ്യം ചെലവഴിക്കുക. അത് പുരുഷന്മാരോടാണ് പറയുന്നത്, നിങ്ങളോട് അല്ലല്ലേ എന്ന് നമ്മുടെ ഉമ്മമായി ധരിച്ചേക്കാം. പക്ഷേ നിങ്ങളോട് പറയേണ്ടതുണ്ട്, നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒന്ന് വിശാലമായി ഉണ്ടാക്കുക, ധാരാളം ഉണ്ടാക്കുക. ഉള്ള സാധനങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ കുറേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ആശുറാവിൻ്റെ ദിവസം അത് സന്തോഷമുള്ള ദിവസമാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നല്ല റാഹത്തായി ഉണ്ടാക്കാം. ഈ അടുത്ത് ഒരു പെണ്ണിനെ തൊലാക്ക് ചെയ്തു. എന്തിനാ തൊലാക്കല്ലിയത്? ഒരു ഭർത്താവ് പെണ്ണിനെ തൊലാക്കല്ലേ, ഭർത്താവ് ശരിക്കും വിഡ്ഢിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം അങ്ങനെ തൊലാക്കല്ലിയത്. ഇൻഷാ അല്ലാഹ് നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുടുംബം, നല്ല ജീവിതം, ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകൾ മുതൽ നല്ല ഭാര്യ എന്ന വിഷയത്തിൽ നമുക്ക് സംസാരിക്കാറുണ്ട്. ആരാണ് നല്ല ഭാര്യ, ആരാണ് നല്ല ഭർത്താവ്? ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വിശദമായി അതേക്കുറിച്ച് പറയില്ല. നല്ല കുടുംബം, ഇങ്ങനെ ഒരു നല്ല ഫാമിലിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മൻ വസ്സഅ അലാ അയാലിഹി, ആരെങ്കിലും തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ, വഹിലിഹി, തൻ്റെ സന്താനങ്ങൾക്കും കുടുംബത്തിനും തൻ്റെ ആശ്രിതർക്ക് ആരെങ്കിലും വിശാലത ചെയ്തു കൊടുത്താൽ എന്ന് യൗമ ആശുറാ, മുഹറം 10 ദിവസം ആരെങ്കിലും വിശാലത ചെയ്തു കൊടുത്താൽ വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വർഷത്തിലെ ബാക്കിയുള്ള ദിവസങ്ങൾ ആ കുടുംബത്തിനും ആ വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു തആല വിശാലത നൽകും.
അപ്പോൾ ഭർത്താക്കന്മാരോട് ഓർമ്മപ്പെടുത്തണം, നിങ്ങൾ പോയിട്ട് നല്ലതുപോലെ മുഹറം 10 അന്ന് ചെലവഴിച്ചാൽ അന്ന് മുതൽ തന്നെ ആ കുടുംബത്തിൽ ബറക്കത്തുണ്ടായി. അടുത്ത മുഹറം 9 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ 354 ദിവസങ്ങളിലും ബറക്കത്തുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുടുംബത്തിന് വിശാലത ചെയ്യുക എന്നത് സാമ്പത്തികമായി മാത്രമല്ല, മാനസികമായും ശാരീരികമായും നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുത്താൽ പറ്റുമെങ്കിലും ഇവിടുത്തെ ഹദീസിന്റെ ഉദ്ദേശം ഭക്ഷണപരമായിട്ട് വിശാലത നൽകുന്നതിനാണ്. ആവശ്യമുള്ളതൊക്കെ ഭക്ഷണപരമായി നൽകുന്നതിനാണ്. തിന്നാൻ പറ്റുന്നത് കൊടുക്കണം, പറ്റാത്തത് കൊടുക്കരുത്. നമ്മുടെ കുട്ടികൾ പലരും ഹോസ്പിറ്റലിലാണ്. ഇവിടെ ഈ നാടുകളിലുള്ള പലരും, പരിസര നാടുകളിലുള്ള പലരും, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഈ അടുത്തും ഹോസ്പിറ്റലിലാണ്, ഇപ്പോഴും ഹോസ്പിറ്റലിലുള്ളവരുണ്ട്. എന്റെ കാരണം ഭക്ഷ്യബാധയാണ് കൂടുതൽ രോഗത്തിന്റെയും കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം, അത് തന്നെ നല്ല കഴിക്കാൻ പറ്റിയ ഭക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ കൊടുക്കരുത്. നല്ല ഭക്ഷണം കൊടുക്കണം. നല്ല ഭക്ഷണം കൊടുത്താൽ അവിടെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കളെ ധാരാളം സന്തോഷങ്ങൾ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, ഈ മുഹറം 10 അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകിയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചില 10 കാര്യങ്ങളുണ്ട്. അത് നമുക്കിവിടെ പറയാം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്ഥാനം നൽകിയത് മുഹറം 10-നാണ്. മുഹറം 10-നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിന് ഉന്നതമായ സ്ഥാനം കൊടുത്തത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇതുപോലെ തന്നെ മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതും ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും മുഹറം 10-നാണെന്ന് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ ഒരുപാട് അമ്പിയാക്കൾക്ക് മഹത്വം ലഭിച്ച മാസവും ദിവസവും കൂടിയാണ് മുഹറം 10 എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഗുണം നൽകിയ മാസമായാൽ, എല്ലാവർക്കും ബറക്കത്ത് ലഭിച്ച മാസമായതുകൊണ്ട് തന്നെ മുഹറം 10 വല്ലാത്ത മഹത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞു, മുഹറം 10 എല്ലാ മാസത്തിനേക്കാൾ സാധാരണ മാസത്തിനെ പോലെ ഒരാൾ കാണുകയാണെങ്കിൽ അവൻ മർദൂദാണ്. മർദൂദ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു പോകുന്നതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അവൻ്റെ സ്വീകരിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. മഖ്ബൂലാകണമെങ്കിൽ മുഹറം 10 നന്നായി ബഹുമാനിക്കണം. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽ മോചിതനായതും മുഹറം 10-നാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ കിരാത വർദ്ധനങ്ങളിൽ നിന്ന്, ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് നബിമാർക്ക് മഹത്വം ലഭിച്ച മാസം. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം വിശാലമായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹമായ രക്ഷ നൽകി കപ്പലുണ്ടാക്കാൻ പറയുന്നതും, ആ കപ്പലുണ്ടാക്കി സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും മുഹറം 10-നാണ്. എല്ലാ അമ്പിയാക്കൾക്കും ഒരു നിഅമത്തെങ്കിലും ലഭിച്ചത് മുഹറം 10-നാണ്. നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. മീനിൻ്റെ വയറ്റിലുണ്ടായ ഒരു പ്രവാചകൻ, മീനിൻ്റെ വയറ്റിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, മീൻ പള്ളയിൽ പ്രവാചകൻ ഉണ്ടായി. ഏത് പ്രവാചകൻ? സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം മീൻ വയറ്റിലുണ്ടായി. 40 ദിവസം 39 രാത്രി പൂർണ്ണമായും 40 പകലും മീനിൻ്റെ വയറ്റിലുണ്ടായി. ആര്? സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ കൊടുത്തു മുഹറം 10-നാണ്. തീക്ഷ്ണമാകുന്ന പരീക്ഷണങ്ങൾ അതിജയിച്ച് രോഗങ്ങളിൽ നിന്ന് സമാധാനം ലഭിച്ച് മഹാനായ സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. ഇങ്ങനെ തുടങ്ങി
ഒരുപാട് അമ്പിയാക്കൾക്ക് മഹത്വം ലഭിച്ച മാസമാണ് മുഹറം 10 എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഈ മുഹറം 10 നോമ്പിനുമുണ്ട് വലിയ പ്രാധാന്യം. എന്താണ് മുഹറം 10 നോമ്പിൻ്റെ പ്രത്യേകത? യുകഫിറു സനത്തൽ മാളിയത, ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കും. ഒരു ഹദീസിൽ അങ്ങനെയുണ്ട്. എന്നാൽ വേറൊരു ഹദീസിൽ വരാനിരിക്കുന്നതും ശേഷമുള്ളതുമായ ഓരോ വർഷത്തെ ദോഷങ്ങൾ പൊറുക്കും. ചുരുക്കി പറഞ്ഞാൽ 2 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുന്ന ഒരു നോമ്പാണ് മുഹറം 10 നോമ്പ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. യൗമു ആശുറാഇൻ വസൗമുഹു കഫാറത്തു സന. ആശുറാഇൻ്റെ ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ ദിവസത്തിൽ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കും. ഫലികുല്ലി വഖ്തിൻ മിൻ ഹാദിഹിൽ ഔഖാതി കറാമത്തുൻ ജഅലല്ലാഹു തആല ലിഹാദിഹിൽ ഉമ്മത്തി ലിതക്ഫീരി ദുനൂബിഹിം വതത്ഹീരി ഖതായാഹും. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം ശ്രേഷ്ഠതകൾ നൽകിയ മുഹറം 10 ദിവസം നോമ്പനുഷ്ഠിച്ച ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുക മാത്രമല്ല, അടുത്ത ഒരു വർഷം അവൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുകയും സന്തോഷമുണ്ടാവുകയും ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുകയും ചെയ്യും. മുഹറം 10 നോമ്പനുഷ്ഠിച്ചാൽ കിട്ടുന്ന ഗുണമാണ്. സുബ്ഹാനല്ലാഹ്. ഈ മുഹറത്തിൻ്റെ നോമ്പിനാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് എന്ന് പറയുകയാണല്ലോ. സുന്നത്ത് നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറം 10-നാണ്. മുഹറം 9-നും നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയ സമയത്ത് അവിടുത്തെ ആളുകൾ മുഹറം 10 നോമ്പ് നോറ്റിരുന്നു. നമുക്കെല്ലാവർക്കും സംഭവം അറിയാം. ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുഹറം 10 നോമ്പ് നോൽക്കുന്നത്? അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ജൂതന്മാരായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ മുഹറം 10 നോമ്പ് നോൽക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ ശർറിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹദീസുകൾ വായിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധം എനിക്കാണ് മൂസാ നബിയോട്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു എന്ന കാരണം കൊണ്ടും അമ്പിയാക്കൾക്കൊക്കെ രക്ഷ നൽകി എന്ന കാരണം കൊണ്ടും മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ മുഹറം 10 നോമ്പിൻ്റെ വലിയ ശ്രേഷ്ഠതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ശേഷം കാണാം, ഹദീസിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമുന്ന താസിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അടുത്ത വർഷം മുഹറത്തിൽ ഞാൻ ഉണ്ടാകുമെങ്കിൽ, അടുത്ത വർഷത്തെ മുഹറം ഞാൻ ഉണ്ടെങ്കിൽ മുഹറത്തിൽ 9 നോമ്പും ഞാൻ നോക്കുമായിരുന്നു